അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താകട്ടെ, ഒരായത്താകട്ടെ പടച്ചവനെ പഠിച്ചിട്ടും മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയല്. അതൊരു സൂറത്താണെങ്കിലും ഒരായത്താണെങ്കിലും പഠിക്കണം സഹോദരാ. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയണം. ആ ഖുർആനെ ഇനി നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരിക്കുന്ന ഉമ്മ ചിന്തിക്കുന്നു, ഉസ്താദേ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതി എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ഉമ്മയോട് പടച്ചവനെ ഞാൻ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയുന്നവന്റെ ശിക്ഷയല്ല പറയുന്നത്, ഖുർആൻ പഠിക്കാത്തവന്റെ കാര്യമല്ല പറയുന്നത്, ഖുർആൻ ഓതാത്തവന്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ ദിവസങ്ങളായിട്ട് 3 ദിവസമായിട്ട് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നവരാ. എത്രയോ ആയത്തുകള്, എത്രയോ സൂറത്തുകള്, ഭയപ്പെടുത്തുന്ന ആയത്തുകള് ഞാനും നിങ്ങളും കേൾക്കുന്നവരാണല്ലോ. പടച്ചവനെ ഈ കേൾക്കുന്ന ആയത്തുകളെ നമ്മൾ ഗൗനിക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറുണ്ടോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സംഗീതമല്ല അള്ളാന്റെ ഖുർആൻ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാൻ ഇത് പാട്ടല്ല പെങ്ങള്, ഇത് അള്ളാഹുവിന്റെ കലാമാ, ഇത് പരിശുദ്ധമായ ഖുർആനാ. അള്ളാഹു നമുക്ക് ഹിദായത്തിന്റെ മാർഗം, നമുക്ക് രക്ഷപ്പെടാൻ തന്ന ഖുർആൻ. ആ ഖുർആനിനെ നീ ബഹുമാനിക്കാറുണ്ടോ? നീ ആദരിക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറുണ്ടോ? നിസാരമാണ് സഹോദരാ, നമ്മളതിനെ പരിഗണിക്കാറില്ല. വീടിന്റെ അലമാരിക്കകത്ത് പൊടിയടിച്ച് കിടക്കുന്ന ഗ്രന്ഥമായി ഖുർആൻ മാറിയിരിക്കുകയാ. ആരെങ്കിലും വീട്ടിൽ മരണപ്പെട്ടാൽ മരണ വീട്ടിൽ എടുക്കാറുള്ളതായി ഖുർആൻ അവിടെ നിന്ന് മാറുകയാ. പള്ളിയുടെ അലമാരിക്കകത്ത് 27-ാം രാവിന് മാത്രം എടുക്കാറുള്ള കിതാബായി പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് മാറുകയാണ്. അതിനെ ബഹുമാനിക്കുന്നില്ല, അതിനെ ആദരിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. നമ്മൾ നിസാരമായി കാണുകയാണ്, ഒന്നുമില്ലാതെ എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനോട് കളിക്കല്ലേ. നിനക്ക് ഖുർആനിനെ കുറിച്ച് അറിയാഞ്ഞട്ടാ, അതിന്റെ മഹത്വം എന്താണെന്നറിയാഞ്ഞട്ടാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ പായിപ്പാട് പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും വീട്ടിലിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ആ പർവ്വതം പോലും നരകം കേട്ടപ്പെടല്ല, മരണം കേട്ടപ്പെടല്ല, ഖബർ കേട്ടപ്പെടല്ല. അല്ലാഹുവിന്റെ ഖുർആനെങ്ങാനും ഒരു മലയുടെ മുകളിൽ വെച്ചാ പടച്ച റബ്ബേ, പേടിച്ച പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ ഉപ്പമാരോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നവരാ, നിങ്ങൾ ഒരുപാട് സൂറത്തുകൾ അറിയുന്നവരാ. ഓർത്തിട്ടുണ്ടോ പെങ്ങള്? ഈ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ, മദ്രസയിൽ പഠിക്കുന്ന കാലം ഒരുപാട് സൂറത്ത് പഠിച്ചവരല്ലേ, ഒരുപാട് ആയത്ത് പഠിച്ചവരല്ലേ? ധൈര്യമുണ്ടോ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് പോതാറ്? ഓർമ്മയുണ്ടോ പെങ്ങള്? അതൊക്കെ ഉസ്താദ്
ഉസ്താദന്മാർക്കുള്ളതല്ലേ, അതൊക്കെ നിസാരമായി തെള്ളിക്കളയുന്നവരല്ലേ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? കള്ളു കുടിക്കുന്നവന്റെ ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന്റെ ശിക്ഷയല്ല, പലിശ തിന്നുന്നവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്യുന്നവന്റെ ശിക്ഷയല്ല, നിസ്കരിക്കാത്തവന്റെ ശിക്ഷയല്ല, അള്ളാനെ മറന്നു നടക്കുന്ന അഹങ്കാരിക്ക് കിട്ടുന്ന ശിക്ഷയല്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്നവനെ, അതിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ, അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി മുതൽ ഖുർആൻ കേൾക്കുമ്പോ ആ ഓർമ്മ വേണം പെങ്ങള്. ഇനി മുതൽ ഖുർആൻ കേൾക്കുമ്പോ ആ ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമുക്ക് വേണ്ട ഖുർആൻ കാണുമ്പോ ഈ പേടിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ 3 മക്കൾ ഓതി, ഹാഫിദ് ഉസ്താദ് ഓതി, എല്ലാവരും ആയത്തുകൾ ഓതി, നിങ്ങൾ കേട്ടു, വല്ല പരിഗണനയും കൊടുത്തോ? അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എത്രയോ മക്കൾ ഇവിടെ വന്ന് ഖുർആൻ ഓതി കേട്ടില്ലേ? എന്തെങ്കിലും പരിഗണന നമ്മൾ കൊടുക്കാറുണ്ടോ? ഒരു ചെവി കൊണ്ട് കേട്ടു, മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല ഖുർആൻ. കേട്ടനുസരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, നമ്മളതിനെ പരിഗണിക്കണം, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല ഇവിടെ പറയുന്ന ഒറ്റ തടസ്സം, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകണം, മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അപ്പം നിന്റെയും സ്വർഗത്തിൻ്റെ ഇടയിലാകെ ഉള്ള മറ എന്താ? മരിക്കണം, പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്തോതണം, മരിക്കണം, സ്വർഗത്തിൽ പൊക്കോണം. അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത്? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഓതാൻ അറിയത്തില്ലേ? അറിയണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ഒരു നന്മ പഠിച്ചു. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു നന്മ പഠിച്ചല്ലോ, ഈ ആയത്ത് നിനക്കറിയാം, ഈ ആയത്ത് ഓതിയാ കിട്ടണ പ്രതിഫലം നീ പഠിച്ചു. ഇന്നു മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേലി കടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ, അതാ ഇപ്പം ചെയ്തേ. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ 5 വഖത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും. ഇല്ലേ ഉസ്താദെ, വീട്ടിൽ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ? ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, ഇത് വീട്ടിൽ ഓതണം. ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, പൈസ ചിലവൊന്നുമില്ല, ഈ ആയത്തോതിയാ പോരെ, ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആയത്തോതിയാ മതി. നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ നിന്ന് ഓതിയ ആ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ? ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടുമോ? ശൈത്താനെ ഞാനും തമ്മിൽ, അതാണ് ചിലർ ഈ ജംറയിൽ പോയി കല്ലെറിയ. ആരെ എറിയണ? ശൈത്താനെ. ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ശൈത്താൻ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. അതുപോലെ
നിങ്ങൾ വീട്ടിൽ പോയി ആയത്തിൽ കുറിച്ച് ഓതി കഴിഞ്ഞാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും ഇല്ലേ? അപ്പം പിന്നെ അവനെ ഇറക്കി വിടാൻ നമ്മൾ പലർക്കും മനസ്സും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞെന്നറിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ചു സാധനത്തിന് കാവൽ നിർത്തി. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ കൂടെ തുണി ഇട്ടിട്ട് ചാക്ക് നിറയ്ക്കുക. ഫാൻ വേണ്ടപ്പോൾ ചാക്കിനകത്ത് നിറയ്ക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പിടിച്ചു, വാ നബിയുടെ മുന്നിൽ പോകാൻ. കള്ളം വടാ, കള്ള അതിനെ ഞാൻ കൊണ്ടുപോകുമ്പാ. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയാ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നെടുത്തതാ. ഇപ്പൊ ഈ സങ്കടം പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ടവനാ, പൊക്കോളാൻ പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം രാത്രി നോക്കുമ്പോൾ വീണ്ടും വാരുണ്, അന്നും പിടിച്ചു. പറഞ്ഞ എൻ്റെ ഭാര്യയും മക്കളും വിശന്ന് കിടന്ന് കരയുന്ന സങ്കടം കൊണ്ട് വന്നത് അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോരുത്. അപ്പോഴും പറഞ്ഞു ഇട്ടിട്ട് പോകാൻ. മൂന്നാമത്തെ ദിവസം ഓൻ വന്ന് അപ്പം പിടിച്ചു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, വാ നബീൻ്റെ അടുക്ക പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം. അപ്പം അബൂ ഹുറൈറ തങ്ങളോട്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം, ഇത് ഓതിയാൽ മതി, ശൈത്താൻ്റെ ഷർറ് മാറും, ശൈത്താൻ്റെ ശല്യം മാറും, ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞു തരാം. ഇൽമെന്ന് കേട്ട അബൂ ഹുറൈറ തങ്ങൾക്ക് വലിയ ആർത്തിയ. ഇപ്പം എന്താന്ന് ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ കള്ളനെ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഓൻ്റെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടേ, പക്ഷെ മൂന്നാമത് ഞാൻ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചതാണ്, പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു. ഇപ്പം എന്താ? ശൈത്താനെ വരട്ടാൻ, ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓൻ പറഞ്ഞത്, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യാന്ന് പറഞ്ഞേ, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്താ പറഞ്ഞെന്ന് നബി? ആയത്തിൽ കുർസി ഓതിയാൽ ഇബ്ലീസിന്റെ ഷർറു മാറുമെന്ന് അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നബിത്തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്ത ആരാ? ഇബ്ലീസ് തന്നെയാ തന്നെ പൂട്ടാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യാ? ഇന്ന് വീട്ടിൽ ചെന്ന് ആയത്തിൽ കുറിച്ച് ഓതുക, വീടിനകത്ത് കൂടിയിരിക്കണ ആ ശൈത്താൻ ഇറങ്ങിപ്പോകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം മുതൽ, ഇന്ന് ഓതി, നാളെ മുതൽ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ആയത്തിൽ കുർസി പാരായണം ചെയ്യ്. അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ശിക്ഷ എന്താ? ചില മക്കൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ എൻ്റെ അത്തായിക്ക് പ്രായമായി, 40 50 വയസ്സായി, എൻ്റെ വാപ്പയ്ക്ക് നന്നാവുന്നില്ല ഉസ്താദെ. എൻ്റെ ഉപ്പയുടെ മുടിയൊക്കെ നരച്ചു, പ്രായമായി വാപ്പയ്ക്ക്, എന്നിട്ട് ഉസ്താദെ ഇപ്പോഴും നിസ്കാരമൊന്നുമില്ല, പറഞ്ഞാൽ കേൾക്കണില്ല, വാപ്പാടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ഉസ്താദെ. ഏത് മനുഷ്യനും പ്രായമാകുമ്പോൾ നന്നാകുമല്ലോ, എൻ്റെ അത്ത എന്തേ നന്നാകാത്തെ? ചില ഉമ്മമാര് ചില മക്കളെ ചോദിക്കുന്ന, ഉസ്താദെ എൻ്റെ ഉമ്മ നാവെടുത്ത പ്രാവും, നാവെടുത്ത നീ മുടിയുവട, നീ നശിക്കുവട, ഇരുന്ന് ഇതേ 5 മിനിറ്റ് കിട്ടിയ ഏഷണി പരദൂഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിസ്കരിക്കാറില്ല, എപ്പോൾ നോക്കിയാലും TV-യുടെ ഫ്രണ്ടില. ഉസ്താദെ എൻ്റെ ഉമ്മ എന്തേ നന്നാകാത്തത്? മക്കളുടെ ഒരു വലിയ ഒരു പരാതിയാണ്. അതുപോലെ തന്നെ പായിപ്പാടുള്ള വാപ്പയും ഉമ്മയും ചിന്തിക്കുന്നത്, ഇവന് 15 വയസ്സേ ആയുള്ളൂ, 18 വയസ്സേ ആയുള്ളൂ, ഇവൻ കഞ്ചാവ് അടിക്കുന്നു, എന്നെ തല്ലാൻ വരുന്നു ഉസ്താദെ. ഇവൻ എന്താ എത്രയൊക്കെ വഴല് കെട്ടു, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, ആരെല്ലാം ഇവനെ എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഇവൻ നന്നാകുന്നില്ലല്ലോ, ഇവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ എന്തു പറഞ്ഞാലും ഒരു മാറ്റമില്ല? ഉസ്താദേ, നിങ്ങളൊക്കെ തലകുത്തി കിടന്ന് വാഴു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ മാറൂല, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാനാണെങ്കിലും പെരുന്നാളാണെങ്കിലും നബിദിനമാണെങ്കിലും എന്തൊക്കെ വന്നാലും അവർക്കൊരു പേടിയില്ല, അവരങ്ങനെ തന്നെയാണ്. ഈ പള്ളിയുടെ മുറ്റത്ത് വന്നാലും അവർക്കൊരു മാറ്റവുമില്ല. ചോദിക്കാറുണ്ട്, എന്തേ ഇവൻ നന്നാകാത്തത്, എന്തേ ഇവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? അതിൻ്റെ കാരണം എന്തെന്നറിയോ? ഉമ്മയോട് ചോദിക്കട്ടെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അതാ അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവും
ആവുകയാണ്. അവസാനം പ്രണയം വീട്ടിലെറിഞ്ഞു. അങ്ങനെ വല്ലാത്ത പ്രശ്നമായി. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. പടച്ചവനെ അതാ പെൺകുട്ടിയോട് ചെന്നിട്ട് അതാ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നറിഞ്ഞപ്പോ ഉപ്പാന് ദേഷ്യം വന്നു, പടച്ചവനെ കൂടപ്പറപ്പിന് ദേഷ്യം വന്നു. അതാ പെണ്ണിനെ വീടിനകത്തിട്ടടിക്കുകയാണ്. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോളെ തല്ലല്ലേ, എന്റെ മോളെ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ഉമ്മ നിലവിളിക്കുകയാണ്. എന്നിട്ട് 18കാരിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന, മോളെ അവനെ മറക്കണേ മോളെ, അവന് കഞ്ചാവടിക്കുന്നവനാ, അവന് പള്ളാന്റെ ദീനിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ല, അവൻ മുസ്ലിം പോലുമല്ല, അവനെ മറക്കണേ എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മ കാലിൽ പിടിച്ച് കരയുമ്പോ 18കാരി ചലിക്കാതെ ഇരിക്കുകയാ. അവളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല. ഉമ്മ പരാജയപ്പെടുകയാണ്. വാപ്പ കടന്നു വന്നു. പൊന്നാര മകളുടെ മുമ്പിൽ എന്നും തലവുയർത്തി നടന്ന വാപ്പ ആ 18 വയസ്സുള്ള പൊന്നുമോളുടെ ചാരത്ത് വന്നിരുന്ന് കരയുകയാ. നാണം കെടുത്തല്ലേ, ഇനി പായിപ്പാട് കൂടെ തലവുയർത്തി നടക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ നീ നാണം കെടുത്തരുത്, നിന്റെ കൂടപ്പുറപ്പിന് പോലും ഇനി ഒരു നല്ല ജീവിതം കിട്ടാറില്ല, അതുകൊണ്ട് നീ അവനെ മറക്കണമെന്ന് പറയുമ്പോ ആ 18കാരി അനങ്ങുന്നില്ല. വാപ്പ പരാജയപ്പെട്ടു. കൂടപ്പറപ്പുകൾ ഉപദേശിച്ചു, കുടുംബക്കാർ ഉപദേശിച്ചു, കാരണവന്മാര് ഉപദേശിച്ചു. പടച്ചവനെ അവസാനം പള്ളി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നു. അവരും ഉപദേശം കൊടുത്തു. അവസാനം അവിടെയും പരാജയപ്പെട്ടു. പിന്നെ പള്ളിയിലെ ഇമാമിന്റെ മുമ്പിൽ വന്നു. ഉസ്താദ് മരണം പറഞ്ഞു, ഖബറ് പറഞ്ഞു, നരകം പറഞ്ഞു, പരലോകം പറഞ്ഞു, സിറാത്ത് പറഞ്ഞു, മീസാൻ പറഞ്ഞു, എല്ലാം ഉസ്താദ് പറഞ്ഞു കൊടുത്തു. മറക്കണം മോളെ, അവരുടെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. അവസാനം കോടതിയിൽ കേസ് ചെന്നു. ജഡ്ജി ചോദിക്കുന്നു, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കൂടെ പോകുന്നു, ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ പോകുന്നു. അവളൊരു പേടിയുമില്ലാതെ ചങ്കുറപ്പോടെ പറയുന്നു, എനിക്ക് അവനെ മതി, എന്റെ ഉപ്പാനെ വേണ്ട, എന്റെ ഉമ്മാനെ വേണ്ട, ഇസ്ലാം മതം എനിക്ക് വേണ്ട, എനിക്ക് അവനെ മതി എന്ന് പറഞ്ഞു ഒരു പേടിയുമില്ലാതെ തന്റെ ഉമ്മയും ബാപ്പയും കോടതിയുടെ വരാന്തയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന, മോളെ വിട്ടിട്ട് പോകല്ലേ, നാണം കെടുത്തല്ലേ, ഞങ്ങൾക്കിനി മരിക്കലല്ലാതെ വേറൊരു വഴിയുമില്ലെന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ഒരു പേടിയുമില്ലാതെ ആ പൊന്നുമോളവിടുന്ന് ഇറങ്ങി പോവുകയാ. ഇത് കാണുമ്പോ കോടതിയുടെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഉമ്മ പറയുകയാ, എന്റെ മോൾക്ക് എന്തു പറ്റിയല്ലാ, അവള് കണ്ണില് ചോരയില്ലാത്തവളായി പോയോ, അവളുടെ ഹൃദയം കരിമ്പാറയെ പോലെ ആയി പോയോ, എന്റെ പൊന്നുമോൾ ഇങ്ങനെയാകാനുള്ള കാരണമെന്താ? ആ കാരണമാണോ ഖുർആൻ പറയുന്നത്? പ്രായമായിട്ടും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹ് പറയുകയാ. പ്രായമായിട്ടും നന്നാകാത്തതിന്റെ കാരണം അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്തുകൊണ്ടാണ് നന്നാകാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് നന്നാകാത്തതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവൻ അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഒന്നാമത്തെ ആയത്ത് കേട്ടോ, ഒന്നാമത്തെ ആയത്ത് കേട്ടോ, അല്ലാഹ് പറയുകയാ, അല്ലാഹ് പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? വൈനറികയാ, ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കടാ സഹോദരാ, അല്ലാഹ് വിളിക്കുന്നടാ മോനെ. പറയുമ്പോ നിസാരമാണോ? കളിയാക്കുകയാണ്, കളിയാക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നെന്ന് പറയുമ്പോ ഇന്ന് ചെറുപ്പക്കാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? മുസമ്മിലിനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ.
പായിപ്പാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എടാ ബാങ്ക് വിളിക്കുന്ന പള്ളിയിൽ പോകണ്ടേ? പറയുന്ന മുസമ്മിലിന്റെ ജോലി ചെയ്യുന്നു. ഇക്കാമത്ത് കൊടുത്ത് സലീം ഉസ്താദ് നിസ്കരിക്കാൻ കയറി. നിസ്കാരം നടക്കുന്നു. സലീം ഉസ്താദിന്റെ ജോലി ചെയ്യുന്നു. കളിയാക്കലാണ്, പരിഹാസമാണ്. മോനെ നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ. വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങളോട് തലമറയ്ക്ക് പെങ്ങളെ, ഫർദയുടെ പെങ്ങളെ, അള്ളാനെ പേടിച്ച് നടക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ പോയി ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. അവരോട് മരണവും ഖബറും നരകമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. എവിടെ പോയാലും ഖബറാണല്ലോ, എവിടെ പോയാലും മരണമാണല്ലോ. നരകവും ഇതല്ലാതെ വേറെ ഒന്ന് വിഷയവുമില്ല, ഇതല്ലാതെ വേറൊരു വിഷയവുമില്ല. കേൾക്കുന്നത് പോലും നമുക്ക് വെറുപ്പാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നരകത്തെ കുറിച്ച് പറഞ്ഞ ചോദിക്കുന്നത് നരകമുണ്ടോ ഉസ്താദേ? എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ, പണക്കാരന്റെ വീട്ടിലാണോ, കടലിനടിത്തട്ടിലാണോ? നിങ്ങൾ പറയുന്ന നരകം എവിടെയായിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നിങ്ങൾ പറയുന്ന ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും ഇടാൻ പറ്റുന്ന ആ നരകം എവിടെയാണെന്ന് ചോദിക്കുന്നവര് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ബുദ്ധി കൂടിപ്പോയി, പെൺകുട്ടികൾക്ക് ബുദ്ധി കൂടിപ്പോയി. അതുകൊണ്ടാണ് നരകം എവിടെയാണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. ഉസ്താദേ നിങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവരോട് പറ, അതൊക്കെ പാവങ്ങളോട് പറ, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നരകം എവിടെയാണെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരോട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുവോ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണും ചെറുപ്പക്കാരാ. പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന സർവരോടും എനിക്ക് പറയാറുള്ളത്, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് നിന്ന് ഓരോരുത്തരും എഴുന്നേറ്റ് വരുമടോ. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവന്, നടന്നു വരുന്നവന്, എഴഞ്ഞു വരുന്നവന്, മുഖത്തു മാംസമില്ലാത്തവന്, കുഷ്ഠരോഗികളെ പോലെ വരുന്നവൻ, ഉകുതുമലയോളം വലിപ്പമുള്ള വയറു വലിച്ചുകൊണ്ട് വരുന്നവന്, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവന്, പടച്ചവനെ ഇതുപോലെ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ആണും പെണ്ണും ഉടുതുണിയില്ലാതെയാ വരുന്നത്. അവിടെ എല്ലാവരും തലതാഴ്ത്തി നിൽക്കുകയാ. ഉസ്താദേ റമളാനിൽ വല്ലാത്ത ചൂടായിരുന്നു, മഴയില്ലെന്ന് പരാതി പറഞ്ഞു ദുആ ചെയ്ത പെങ്ങള്, വീടിനകത്ത് പോലും 10 മിനിറ്റ് ഇരിക്കാൻ കഴിയാത്ത നമ്മള്, പായിപ്പാട് പള്ളിക്കകത്ത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടക്കുമ്പോ രണ്ടാമത്തെ റക്അത്ത് നമസ്കാരത്തിൽ ഫാനും ഓഫായപ്പോ, ഇട്ടിരുന്ന എസിയും ഓഫായപ്പോ, കരണ്ടും പോയപ്പോ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് വിറച്ച വാപ്പാ. ഈ പായിപ്പാട് പള്ളിക്കകത്ത് ഒരു 5 മിനിറ്റ് നിസ്കരിക്കുന്ന സമയത്ത് കരണ്ടൊന്ന് പോയപ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ എന്റെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ചൂട് പോലെ സഹിക്കാൻ കഴിയാതെ സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് ഓടിയവരുണ്ടല്ലോ. പടച്ചവനെ, ഈ ചൂട് നിനക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ഈ പള്ളിക്കകത്തിരുന്ന് നീ പ്രയാസപ്പെട്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. പെങ്ങളെ, നിന്റെയൊക്കെ തലയുടെ ഒരു ചാണ് മുകളില് ഈ സൂര്യനെ അല്ലാഹു താഴ്ത്തുകയാ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ.
വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള